ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC എക്സാമിന് വരാൻ ചാൻസ് ഉള്ള റൈറ്റിംഗ് സെക്ഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നമ്മുടെ എല്ലാ ആൻസേഴ്സും കംപ്ലീറ്റ് ആയിട്ട് വായിക്കില്ല. ജസ്റ്റ് അവർ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രമാണ് മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സും ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുള്ളൂ, ആൻസേഴ്സ് നോക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു ഹയസ്റ്റ് മാർക്കിൻ്റെ അല്ലെങ്കിൽ റൈറ്റിംഗ് സെക്ഷൻ നമ്മൾ ഏത് എഴുതുകയാണെങ്കിലും സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റിംഗ് സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങുമാണ് ഞാൻ ഓൾറെഡി +1 അതായത് +1 +2 എക്സാമിന് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെങ്കിൽ അതേ ആൻസേഴ്സ് തന്നെയാണ് നമ്മുടെ 10th അല്ലെങ്കിൽ SSLC കുട്ടികൾക്കും പഠിക്കേണ്ടത്. കാരണം അവരിപ്പോൾ ഏതായാലും +1 വരുമ്പോൾ അവർ പിന്നെ എന്ത് ചെയ്യേണ്ട, ഒഴിഞ്ഞ് ഫോർമാറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ഫോർമാറ്റ് നിങ്ങൾക്ക് 10th യൂസ് ചെയ്യാം. അത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് ഉപകാരമാണ്. 10th യൂസ് ചെയ്യാം, അതേപോലെ +1 ആൻഡ് +2 അവിടെയും യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം സ്പീച്ച് എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് എഴുതി നോക്കാം. അതായത് ഫസ്റ്റ് നമ്മളെ SSLC എക്സാമിന് വരുന്നൊരു അതായത് ഹയസ്റ്റ് മാർക്കിനൊരു ക്വസ്റ്റ്യനാണ് സ്പീച്ച് എന്നുള്ളത്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പീച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാതിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ ഒരു സിമ്പിളായ ഫോമാറ്റ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് സല്യൂട്ടേഷനാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷൻ്റെ ആ ഒരു സമയത്ത് ആ ടോപ്പിക്കിനായിട്ട് അവിടെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ട്. ആ സ്പേസ് വിട്ട ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ. അതായത് ടോപ്പിക് എന്നത് ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വളരെ കറക്റ്റായിട്ട് എഴുതുക. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ സ്പീച്ച് മറക്കേണ്ട. നിങ്ങൾ ഈ ഫോമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വരാം. അപ്പോൾ സ്പീച്ചിനെ പറ്റി ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് അപ്രിസിയേഷൻ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്രിസിയേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും. ക്ലിയർ ആയോ? അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ രണ്ട് ഭാഗത്ത് മാത്രം മാറ്റി കൊടുത്താൽ മതി. എവിടേക്കത് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയത്തിൻ്റെ പേരും രണ്ടാമത് റൈറ്ററുടെ പേരും. ക്ലിയർ ആയോ? അതായത് 10th സംബന്ധിച്ചിടത്തോളം അവരുടെ ടെക്സ്റ്റ് ബുക്കിലെ പോയത്തിനെ പറ്റിയിട്ടാണ് അപ്രിസിയേഷൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ പോയത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അറിയുന്നത് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് സെൻട്രലിലെ പാരഗ്രാഫിൽ എഴുതി വെക്കുക. അതായത് ഫസ്റ്റ് പാരഗ്രാഫിൽ രണ്ട് കാര്യം, ഒന്ന് പോയത്തിൻ്റെ പേരും അതേപോലെ റൈറ്ററുടെ പേരും. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ആ പോയത്തിനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. പിന്നെ ഫൈനൽ പാരഗ്രാഫിൽ ഒരു ചേഞ്ചസും വേണ്ട. പക്ഷേ നിങ്ങൾക്ക് അതിലേതെങ്കിലും പോയറ്റിക് ഡിവൈസ് അറിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫൈനൽ പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ അടുത്തതാണ് പ്രൊഫൈൽ. അതായത് ഷുവർ ക്വസ്റ്റ്യനാണ്. +1 വരും, 10th വരും, +2 വരാൻ ചാൻസ് കുറവാണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊഫൈൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സിമ്പിളായ ഫോമാറ്റ്. 2-3 ഭാഗത്ത് മാത്രം ചേഞ്ചസ് ചെയ്ത് കൊടുത്താൽ മതി. അത് എവിടേക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഈ വീഡിയോന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ക്ലിയർ ആയോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് ഡയറി. വെരി സിമ്പിളാണ്. അതായത് ചില SSLC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഡയറിയിൽ നമ്മളൊരു പ്ലേസ്, ഡേറ്റ്, പിന്നെ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. ആ എന്ത് ചെയ്യുക, നിങ്ങൾ കാണാതെ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു ഡയറിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ എഴുതാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച്. ഷുവർ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾക്കറിയാം നമ്മുടെ 10th നിരവധി സ്റ്റോറീസ് ഉണ്ട്. ആ സ്റ്റോറീസ് നിരവധി ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ അതായത് ക്യാരക്ടർ സ്കെച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ക്യാരക്ടർ സ്കെച്ചിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയ ഒരു സിമ്പിൾ ഫോമാറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് പാരഗ്രാഫ് ജസ്റ്റ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ആ ചാപ്റ്ററിൻ്റെ പേര്, ക്യാരക്ടറുടെ പേര്, ആ ചാപ്റ്റർ എഴുതിയ ആളെ പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാരക്ടറെ പറ്റി നമ്മൾ ഒരു 2-3 ലൈൻ എഴുതി വെക്കുക. ഫൈനൽ പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് മൊത്തം 3 പാരഗ്രാഫായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ് ഇൻഫോർമൽ ലെറ്റർ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻഫോർമൽ ലെറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയ ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും അടങ്ങിയ ഒരു ഇൻഫോർമൽ ലെറ്റർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമ്മുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരു ഏകദേശം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാഫ് മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് റൈറ്റിംഗ് സെക്ഷൻ അവസാന ക്വസ്റ്റ്യനാണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിക്കാൻ പറ്റിയ കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡായ, അതായത് കുറച്ച് 6 ക്വസ്റ്റ്യൻസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക,
ഈ ഒരു വീഡിയോന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഈ പറയപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിമ്പിളായിക്കൊണ്ട് ഒരു 6 മാർക്ക് 6 എന്നാണ് പറയണത്, ഒരു 60 എബോവ് മാർക്കെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിക്കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറയപ്പെട്ട, അതായത് ഇപ്പോൾ ഒരു 7 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, ഈ 7 ക്വസ്റ്റ്യൻസിൻ്റെയും വീഡിയോ അല്ലെങ്കിൽ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കാരണം മറ്റന്നാളാണ് നമ്മുടെ എക്സാം. നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.